ഗൈസ് വമ്പൻ തണുപ്പാട്ടോ. കുവൈത്തിൽ തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. വിൻ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 14 ഡിഗ്രി ആണ് ഈ ഒരു സമയത്തുള്ള തണുപ്പ്. മോർണിംഗ് 8 ഡിഗ്രിയിലാണ് കേട്ടോ. ഇന്ന് ഷോപ്പിൽ പോയതൊക്കെ ഓർത്തുവിടാം. അപ്പോൾ പുറത്തിറങ്ങിയാൽ ചുമ്മാ കാണാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. എല്ലാവരും തണുപ്പ് തുടങ്ങിയിട്ട് ഫസ്റ്റ് ടൈം ഒന്ന് പുറത്തിറങ്ങിയതാണ്. ഒടുക്കത്തെ തണുപ്പായിരുന്നു കേട്ടോ. ഒരു നമുക്ക് സഹിക്കാൻ പറ്റുന്നതിലും അധികമാണ് തണുപ്പ്. നൈറ്റ് ചുമ്മാ ഇങ്ങനെ പുറത്തിറങ്ങിയ കേട്ടോ. തണുപ്പ് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് താങ്ങില്ല. വിചാരിച്ച പോലെ ഒന്നല്ല, നല്ല അത്യാവശ്യം നല്ല തണുപ്പാണ്. മുമ്പിലൊക്കെ വാട്ടർ ടാങ്ക്സ് ഇതിനും കൊള്ളാം കേട്ടോ. സംഭവം നൈസ് കേട്ടോ. ഏതായാലും മൊത്തം ഇന്തപ്പനങ്ങളും സിറ്റിയാണത്. ആയില്ലാണ് നമ്മൾ വന്നിട്ടുള്ളത്. കൊള്ളാം അല്ലേ സംഭവം. ഏതായാലും തണുപ്പിഞ്ഞ് അങ്ങോട്ട് എങ്ങനെ ആവുന്നൊരു സ്ഥിതിയില്ല. അപ്പോൾ ഏതായാലും ഇവിടുന്ന് ഫുഡ് കഴിച്ച് നേരെ റൂമൊക്കെ പോകണം. എന്നിട്ട് ഇതിൻ്റെ ബാക്കി വീഡിയോ നാളെ മോർണിംഗ് നീച്ചിട്ട് ബാക്കി കാണിച്ചു തരാം കേട്ടോ. രാവിലെ എങ്ങനെയുണ്ടെന്ന് അറിയണ്ടേ. തണുപ്പ് ഈ ഒരു സമയത്തൊന്നും പോകുമെന്നറിയില്ല. രാവിലത്തെ അവസ്ഥ കാണിച്ചു തരാം. അങ്ങനെ പിറ്റേ ദിവസം മോർണിംഗ് കഴിഞ്ഞ് ഉച്ചയായിട്ടോ. ഷോപ്പിൽ രാവിലെ പോയി ഇറങ്ങി വന്ന് തീരെ സുഖമില്ലാതായി. നമ്മൾ തുടക്കത്തിൽ മഞ്ഞുണ്ടോണ്ടാന്നൊന്നും അറിയില്ല. അത്യാവശ്യം പനിച്ചിരുന്നു കേട്ടോ. ചുമ വന്ന് ആകെ സീനായി എന്ന് തന്നെ പറയാം. തണുപ്പ് താങ്ങുന്നുണ്ട് കേട്ടോ. കാലും കൈയൊക്കെ മരവിച്ചും അടാറ് സീനായിപ്പോയി. അടുത്തിപ്പെട്ട് ഞാൻ ആലോചിച്ചുവിടാം. അങ്ങനെ ഇന്നലെ രാത്രി പോയി വന്ന് ഇപ്പോൾ അതെ ഉച്ചയായി. ഷോപ്പ് പോയി വന്ന് ഇന്ന് ലീവ് എടുത്ത്, തീരെ വയ്യാത്തതുകൊണ്ട് ലീവ് എടുത്ത്. അപ്പോൾ നോക്കിയേ പുറത്ത് അടാറ് ചൂട്, നല്ല സൂര്യനിങ്ങനെ അവിടെ ഇങ്ങനെ ഉദിച്ച് പക്ക. അപ്പോൾ നമ്മൾ ബെഡ് വന്ന് കിടന്നു കഴിഞ്ഞാൽ പക്ക സൂര്യൻ നമ്മളെ മേത്ത് കടിക്കുന്നുണ്ട്. ആ ഒരു രീതിയിലെത്തിയിട്ടുണ്ട്. വണ്ടികളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്ലൈമറ്റാണ്, ചൂടാണ്. ഇന്ന് വലിയൊരു തണുപ്പില്ല. രാവിലെ ഷോപ്പ് പോകുമ്പോഴുള്ള ആ തണുപ്പേ ഉള്ളൂ ഇന്നുണ്ടായത് കേട്ടോ. എനിക്കാണ് പെട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ രാവിലെ പോകുമ്പോൾ അത്യാവശ്യം നല്ല തണുപ്പന്നുണ്ട്. പക്ഷേങ്കിൽ ഈ ഒരു സമയത്തില്ല. ഉച്ചയാണ് നല്ല ചൂടുണ്ട്, ഉഷാറാണ്. നമുക്കൊരു ഈവനിങ് ഒക്കെ ആയിട്ട് കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് അടിക്ക് ഇറങ്ങണം. തീരെ സുഖമില്ല. അപ്പോൾ നിനക്കത്തെ അവസ്ഥ ഭയങ്കരമായിരുന്നു കേട്ടോ. വമ്പൻ തണുപ്പാണ് കുവൈത്തിലിപ്പോൾ നിലവിൽ. അങ്ങനെ ആ ഒരു ലീവ് കഴിഞ്ഞ് അടുത്തൊരു ലീവ് ഡേ ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം 2 വീക്ക് കഴിഞ്ഞിട്ടാണ് ആ ഒരു വീഡിയോ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പുറത്തൊക്കെ ഇറങ്ങിയതാണ്. ഒരു സാധനം കളക്ട് ചെയ്യാനുണ്ട്. അതുപോലെ കുറച്ച് സംഭവങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയ കേട്ടോ. അപ്പോൾ നേരെ ബസ്സിന് കയറി സാൽമിയ ആ ഒരു ഭാഗത്തേക്ക് പോകുന്നു. മാലിയ ഓക്കെ ആ ബസ്സിനാണ് പോകുന്നുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ വ്ളോഗ്. ട്രാവലിംഗ് ആണ്. കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം, സെറ്റാക്കാം. നല്ല കാലാവസ്ഥ കേട്ടോ. 2 ദിവസമായിട്ട് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് കണ്ടിരുന്നു ന്യൂസ്. പക്ഷെങ്കിൽ ക്ലൈമറ്റ് ഒക്കെ അടിപൊളി ക്ലൈമറ്റ്. അല്ല നിൽക്കുന്ന നല്ല ക്ലൈമറ്റ്, അടിപൊളി ക്ലൈമറ്റ്. അത്യാവശ്യം തണുപ്പുണ്ട്, കുഴപ്പമില്ല. ഈ ഒരു സമയത്ത് കോട്ടില്ലാതെ നടക്കുന്ന നോക്കണ്ട. നൈറ്റ് ആകുമ്പോൾ തണുപ്പുണ്ടാവും. പക്ഷെങ്കിൽ ഞാൻ കോട്ട് എടുത്തിട്ടില്ല. 11 കോട്ട് എടുത്തിട്ടുണ്ട്. തണുപ്പ് നമ്മൾ അതിജീവിക്കട്ടോ. ആ ഒരു സമയത്ത് നല്ല തണുപ്പായിരുന്നെങ്കിൽ ഈ ഒരു സമയത്ത് തീരെ തണുപ്പില്ല എന്ന് തന്നെ പറയാം. ആ തുടങ്ങിയ സമയത്തുള്ള തണുപ്പ് ഇപ്പോൾ നിലവിൽ നൈറ്റ് ആണെങ്കിലും എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടല്ല, പക്ഷേങ്കിൽ തണുപ്പ് വലിയൊരു ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. സത്യമാണത്. വലിയൊരു കാഠിന്യമൊന്നുമില്ല. നോർമലി നമുക്ക് താങ്ങാവുന്ന തണുപ്പേ ഉള്ളൂ. അല്ല അത് വേണ്ട. ഏതായാലും നൈറ്റ് ആയാലും തണുപ്പ് എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. ഏതായാലും നമ്മളിങ്ങനെ പോരണം. കോട്ട് എടുത്തിട്ടില്ല. വലിയ വിറ്റ് എന്താണെന്നറിയോ, ഒരു പുതിയ സ്ഥലത്തേക്ക് പോവുകയാണ്. നമുക്ക് വഴി അറിയില്ല, ബസ് ഏത് കയറണം എന്നറിയില്ല. കുറേ നേരം പോസ്റ്റായി സ്റ്റോപ്പിൽ നിന്ന് അവസാനം ഒരു ബസ്സിൽ ചോദിച്ച് കറക്റ്റ് നമ്പർ കിട്ടിയിട്ടുണ്ട് ബസ്സിൻ്റെ. വരട്ടെ എന്നിട്ട് വേണം കയറി പോകാൻ കേട്ടോ. മാലിയ എന്ന് പറഞ്ഞ ലൊക്കേഷനിലാണ് പോകുന്നത്. ആദ്യമായിട്ട് പോവാണ്. നമ്മൾ പോയിട്ടില്ല മുമ്പൊന്നും. അതൊന്ന് നോക്കട്ടെ. ബസ് വെയിറ്റ് ചെയ്യാം. അവസാനത്തെ ബസ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നേരം കാത്തുക്കേണ്ടി വന്നു കേട്ടോ. അവസാനം ബസ് കിട്ടി. ആരില്ല, ഒഴിഞ്ഞ ബസ്. തണുപ്പല്ലടാ, തണുപ്പല്ലേ. കയ്യും കാലൊക്കെ നീട്ടിയിരിക്കുക. അത്ര ഒഴിഞ്ഞ സീറ്റുകൾ. അങ്ങനത്തെ മാലിയ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ റോഡ് മുറിഞ്ഞ് കിടക്കണമെങ്കിൽ ഈ സാധനം മുറിഞ്ഞ് കിടക്കണം കേട്ടോ. താഴെ കാണുന്ന KPTCൻ്റെ ബസ് സ്റ്റോപ്പാണ്. നേരെ അതങ്ങനെ നടന്ന് പോകണം മുന്നിൽ. ഈ ഒരു സാധനം അങ്ങ് അവിടെ നിന്ന് കയറി വന്ന് ഇവിടെ ഇറങ്ങി നേരെ വന്ന് കാണുന്ന ലൊക്കേഷൻ. വാ അടിപൊളി. എന്നാ പാനസോണിക് ആ ടവർ അതോ ആ സാധനത്തിൻ്റെ അടിക്ക് നമുക്ക് പോകണ്ടേ. അതാണ് ലൊക്കേഷൻ. എടാ അപ്പുറത്താണ് രാമൻകുട്ടി. ഇവനിപ്പുറത്താണ് വെറുതെ മേലെ കൂടി കയറ്റി കൊടുക്കുന്നത്. സെറ്റത്തെല്ലാം കാട്ടി ഒരു വ്യൂ ഒക്കെ
കുവൈറ്റ് സിറ്റി കഴിഞ്ഞിട്ട് പക്ഷെ ഒന്ന് പോരാണ്ട് കേട്ടോ. മാരിയ എന്ന ലൊക്കേഷനിൽ അടിപൊളിയല്ലേ വ്യൂ കാര്യങ്ങൾ. 11 ഭ്രാന്താണ് ഗൈസ്. അവിടെ നിന്ന് നമ്മൾ ചുമ്മാ ഇങ്ങോട്ട് കയറ്റി കൊടുന്ന് ഇങ്ങിയാപുറത്താന്ന് പറഞ്ഞിട്ട് ആരോഗ്യത്തിന് നല്ലതാണെന്ന് ഏതോ പണ്ഡിതൻ പറഞ്ഞു. ഇങ്ങിയാപുറത്താണെന്ന് പറഞ്ഞിട്ട് വെറുതെ എൻ്റെ മേലെ കൂടി കയറി കൊടുക്കും. നീ കണ്ട സ്റ്റെപ്പ് മൊത്തം ചവിട്ടി കയറണം ഗൈസ്. ഇങ്ങനെ ഒരുപാട് സ്റ്റെപ്പുകളുണ്ട് കേട്ടോ. അപ്പം ചവിട്ടി കയറി വീണ്ടും അതിൻ്റെ ഉള്ളിൽ കൂടി പോകണം. സീന നമ്മളെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് നേരെ റൂമിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ഇരിക്കുന്നൊക്കെ വരുന്നത്. അപ്പോൾ ഏതായാലും ആക്സിഡൻ്റായി വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നേരെ വന്ന് നമുക്ക് മലബാറിൽ കയറേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. മലബാർ ഗോൾഡ് കയറി ചുമ്മാ ചെറിയ സാധനം പർച്ചേസ് ചെയ്ത് അപ്പോൾ ഇനി നേരെ റൂമിലേക്കാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, ഇരുട്ടായി തുടങ്ങി, തണുപ്പ് ചെറുത് വന്ന് തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ കോട്ടൊന്നും ഇല്ലാത്തതാണ്, പെട്ടെന്ന് സ്കൂട്ടാവണം. അപ്പോൾ അജ്മൽ ഏതായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതിലെല്ലാവർക്കും ബൈ.